എന്നോട് ഒരുപാട് പേർ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വഴി എത്ര റിട്ടേൺ കിട്ടും. ഇന്നത്തെ വീഡിയോയിൽ നമുക്കതിൻ്റെ ഉത്തരം കണ്ടെത്താം. അതിനായി നമുക്ക് ഒരാളുടെ കഴിഞ്ഞ 6 വർഷത്തെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഒന്ന് പരിശോധിച്ച് നോക്കാം. അതുവഴി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലെ ലാഭനഷ്ടങ്ങൾ മനസ്സിലാവും എന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വെൽക്കം ടു വോൾസ് ആൻഡ് ബിറ്റ്സ്. ഈ വീഡിയോയിൽ ഞാൻ എടുത്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ എൻ്റെ സുഹൃത്തായ കണ്ണൂരുകാരനായ ഉല്ലാസ് ഭായിയുടേതാണ്. വീഡിയോയ്ക്ക് വേണ്ടി ഡാറ്റ തന്ന് സഹായിച്ച ഉല്ലാസ് ഭായിക്ക് എൻ്റെയും വോൾസ് ആൻഡ് ബിറ്റ്സിൻ്റെയും നന്ദി. അധിക സമയങ്ങളാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉല്ലാസ് ഭായ് പോർട്ട്ഫോളിയോയിൽ 3 ഫണ്ട്സ് ആണുള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ മൊത്തം പോർട്ട്ഫോളിയോ ഒന്നല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിലെ മ്യൂച്വൽ ഫണ്ട്സ് മാത്രമാണിത്. അദ്ദേഹം കൂടുതലായി സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ പോർട്ട്ഫോളിയോ എടുക്കാനുള്ള കാരണം അദ്ദേഹം ഈ SIP തുടങ്ങിയിരിക്കുന്നത് കോവിഡിന് തൊട്ട് മുമ്പാണ്. ഈ അടുത്ത കാലത്ത് ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ മാർക്കറ്റ് ക്രാഷ് ആയിരുന്നു കോവിഡ് ക്രാഷ്. അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഉല്ലാസ് ഭായ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ കണ്ടാൽ മനസ്സിലാവും. 100% കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ റിട്ടേൺ. ഇനി നമുക്ക് ഈ പോർട്ട്ഫോളിയോ ഒന്ന് കീറി മുറിച്ച് പരിശോധിക്കാം. അതിനായി ഉല്ലാസ് ഭായ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫണ്ട്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. ഈ വീഡിയോ പ്യൂർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നിർമ്മിച്ചുള്ളതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സാമ്പത്തിക വിദഗ്ധൻ്റെ സഹായം തേടും. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിലുള്ള ആദ്യത്തെ ഫണ്ടാണ് ടാറ്റ ഇന്ത്യ കൺസ്യൂമർ ഫണ്ട്. 2500 രൂപയുടെ SIP ആണ് അദ്ദേഹം ചെയ്യുന്നത്. ഏകദേശം 69 മാസമായിട്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 1,72,294 രൂപയാണ്. കറൻറ്റ് വാല്യൂ 3,48,388 രൂപയായിട്ടുണ്ട്. 1,75,994 രൂപയാണ് ഈ ഫണ്ടിൽ അദ്ദേഹത്തിൻ്റെ ലാഭം. അതായത് 102% പ്രോഫിറ്റ്. പെർ ഇയർ റിട്ടേൺ 23%. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അടുത്ത ഫണ്ടാണ് HSBC മിഡ് ക്യാപ്പ് ഫണ്ട്. L&T മിഡ് ക്യാപ്പ് ഫണ്ട് എന്ന പേരിലും ഈ ഫണ്ട് അറിയപ്പെടുന്നുണ്ട്. 2500 രൂപയുടെ SIP 69 മാസമായിട്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ഫണ്ടിൽ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 1,74,794 രൂപയാണ്. കറൻറ്റ് വാല്യൂ 3,92,710 രൂപയായിട്ടുണ്ട്. 2,17,816 രൂപയാണ് ഈ ഫണ്ടിൽ അദ്ദേഹത്തിൻ്റെ നിലവിലെ ലാഭം. അതായത് 124.5% ലാഭം. പെർ ഇയർ റിട്ടേൺ 27%. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അടുത്ത ഫണ്ടാണ് ആദിത്യ ബിർള സൺ ലൈഫ് ഫ്രണ്ട് ലൈൻ ഇക്വിറ്റി ഫണ്ട്. ഈ ഫണ്ടിൽ നിന്ന് അദ്ദേഹം ഇടയ്ക്ക് വെച്ച് കുറച്ച് പൈസ വിഡ്രോ ചെയ്തിരുന്നു. അതിനെ തന്നെ കറക്റ്റ് എത്ര മാസം ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറയാൻ സാധിക്കില്ല. ഈ ഫണ്ടിലും അദ്ദേഹം 2500 രൂപയുടെ SIP തന്നെയാണ് ചെയ്യുന്നത്. ഈ ഫണ്ടിൽ അദ്ദേഹം 1,07,494 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കറൻറ്റ് വാല്യൂ 1,55,203 രൂപയാണ്. 47,709 രൂപ ലാഭം, അതായത് 44% ലാഭം. ഇയർലി റിട്ടേൺ 21%. ഇനി അദ്ദേഹത്തിൻ്റെ മൊത്തം മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നോക്കാം. 3 ഫണ്ടുകളിലായി ഉല്ലാസ് ചേട്ടൻ ഇതുവരെ മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 4,84,728 രൂപയാണ്. അതിപ്പോൾ 9,14,184 രൂപ ആയിട്ടുണ്ട്. അതായത് 101% റിട്ടേൺ. ഇത്രയുമാണ് ഉല്ലാസ് ഭായുടെ പോർട്ട്ഫോളിയോ. കോവിഡ് ക്രാഷ് പോലുള്ള മാർക്കറ്റ് ക്രാഷുകൾ ഇനിയും നമ്മുടെ മാർക്കറ്റ് സംഭവിച്ചേക്കാം. പാനിക് ആവാതെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എൻ്റെ പേര് മുഹമ്മദ് റാഫി. സൈനിങ്.